ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 44. നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ സിഎംഎ 2 വരുമെന്ന് കുറേ നാളായിട്ട് പറയാണ്. 2 അല്ല 2 Pro ആണ് വരുന്നത്. ഒഫീഷ്യലായിട്ട് അതിൻ്റെ ഡേറ്റ് ഒക്കെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ വരുന്ന 28-ാം തീയതിയാണ് ആ ഒരു ഫോൺ വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ ഒരു മാസം വരത്തില്ല, അടുത്ത മാസമേ വരൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു അടുത്ത മാസത്തിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇവർ ലോഞ്ച് ചെയ്തു. അതൊരുമാതിരി എന്നെ പൊട്ടനാക്കുന്ന പരിപാടിയാണ് കേട്ടോ നത്തിങ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, 2 ദിവസത്തെ ഒരു ഇതാണ്. എന്തായാലും ഇപ്പം അനൗൺസ് ചെയ്തു, ലാസ്റ്റ് ആകുമ്പോഴേ ഫോൺ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പം 2 അല്ല 2 Pro ആയതുകൊണ്ട് തന്നെ പ്രൈസ് എന്തായാലും കൂടും. കാരണം സിഎംഎ 1ൻ്റെ പ്രൈസ് 16 ആയിരുന്നു ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായത്. ഇപ്പോൾ 14 രൂപക്കാരെ ഫോൺ കിട്ടുന്നുണ്ട്. അപ്പം ഇതെന്തായാലും ഒരു 20K റേഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ട് അറിയില്ല, പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ. ഡിസൈൻ വൈസും ആ ക്യാമറ ലേഔട്ടൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാമറ ലേഔട്ടിൽ ആ ഒരു സിഎംഎ ഫോണിൻ്റെ ആ ഒരു ടിപ്പിക്കൽ ഡിസൈനിലായിരിക്കും ഈ ഒരു ഫോണും കൂടെ വരുന്നത്. അപ്പം നോട്ട് ചെയ്തോളൂ, 28-ാം തീയതിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ മോട്ടറോളയുടെ പുതിയൊരു ഫോൺ കൂടെ വരുന്നുണ്ട്. അതായത് മോട്ടറോളയുടെ എഡ്ജ് 60 സ്റ്റൈലസ് എന്ന മോഡലാണ് വരുന്നത്. ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല, പക്ഷേ ഒട്ടുമിക്ക സർട്ടിഫിക്കേഷനൊക്കെ അത് ഫോണിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 16-ാം തീയതിയൊക്കെ ഈ ഒരു ഫോൺ വരുമെന്ന് ലീക്സ് ആൻഡ് റെൻഡേഴ്സൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ എഡ്ജ് 60 ഫ്യൂഷൻ്റെ സെയിം ആണ്. പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 ആണ്. അതായത് കഴിഞ്ഞ വർഷം ഇറക്കിയ എഡ്ജ് 50 ഫ്യൂഷനിലുണ്ടായ സെയിം ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ എഡ്ജ് 60 ഫ്യൂഷനായിട്ട് 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതാണ് മെയിനായിട്ട് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പോൾ പ്രൈസ് പോയിൻ്റ് വന്നിട്ട് ഒരു 20K റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. കാരണം ചിപ്സെറ്റ് ചെറുതാണല്ലോ, കാരണം 60 ഫ്യൂഷനേക്കാളും. അതുകൊണ്ട് തന്നെ ഒരു 20K ഒക്കെയാണ് ഈ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പം എഡ്ജ് 50 ഫ്യൂഷൻ്റെ പ്രൈസ് വന്നിട്ട് 20K ഇപ്പോൾ സെയിൽ ചെയ്ത്. അപ്പം അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ഫോണാണ്. കാരണം അവർക്ക് ഈ ഒരു 20K റേഞ്ചിൽ മോട്ടോളൊക്കെ ഫോണില്ല. ഒരു 80K അവരുടെ G85 എന്ന മോഡൽ വരുന്നത്. അപ്പം 20K റേഞ്ചിൽ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. ഡിസൈൻ വൈസൊക്കെ അവരുടെ ആ ഒരു സെയിം ഡിസൈൻ, അതൊന്നും ഇപ്പോഴൊന്നും അവർ മാറ്റത്തില്ല. ഇനിയുള്ള എല്ലാ മോഡലിലും, അതായത് ഇനി വരുന്ന എല്ലാ മോഡലിലും സെയിം ഡിസൈൻ ആയിരിക്കും മോട്ടോള എല്ലാ ഫോണിലും ഫോളോ ചെയ്യുന്നത്. OnePlus ഫോൺസിൽ അലേർട്ട് സ്ലൈഡർ എടുത്ത് കളഞ്ഞ് പുതിയൊരു ബട്ടൺ വരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ ഭാഗത്ത് തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി വരാൻ വേണ്ടി പോകുന്ന OnePlusൻ്റെ 13Tയിലാണ് ഈ ഒരു പുതിയ ആക്ഷൻ ബട്ടൺ ആപ്പിളിൻ്റെ ആണ്. എന്നാൽ ഇവരുടെ പുതിയൊരു പേരിൽ OnePlusൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ അറിയാലോ, ആപ്പിൾ എന്ത് കൊണ്ടുവന്നാലും ബാക്കിയുള്ള ആൻഡ്രോയിഡുകാർ അത് കോപ്പി ചെയ്ത് ഇറക്കും. എന്തിനാ എല്ലാവർക്കും ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അലേർട്ട് സൈഡർ ഉണ്ടാകുമ്പോൾ അത് കൊടുത്താൽ പോരെ. ഓരോ ബ്രാൻഡ് ഓരോ സ്റ്റൈലാക്കിയാൽ പോരെ. ഇത് ഒരാളെന്ന് ഇറക്കി ബാക്കി എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ശരിക്കും ബട്ടണാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ആ സ്ലൈഡർ കുറച്ചും കൂടെ നല്ലതാണ്. ഒരു OnePlusൻ്റെ ഒരു സ്റ്റൈൽ എന്ന രീതിയിൽ അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് മാത്രം അങ്ങനെ സംഭവമുള്ളൂ. അപ്പോൾ അതൊരു സംഭവമാണ്. അപ്പം ഐഫോൺ കോപ്പി, എല്ലാവരുടെ പണി ഐഫോൺ കോപ്പി അടിക്കുക. എന്താ അതിലുള്ളത്? പുതിയ iPhone 17 സീരീസിൻ്റെ പ്രൈസ് കൂടുന്നാണ് പറയുന്നത്. എന്തായാലും കൂടും. കാരണം ഇപ്പോൾ ഇറങ്ങിയ S25 അടക്കം പ്രൈസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇവർ കൂട്ടുന്ന റേഞ്ച് അതുക്കും മേലാണ്. അതായത് വരാൻ വേണ്ടി പോകുന്ന iPhone 17ൻ്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന 1 ലക്ഷം രൂപയാണ് ബേസ് മോഡലിന്. അത് 256 GB കുറച്ചും കൂടെ നല്ല. എന്നാലും ഇപ്പോൾ ഉള്ളത് 80,000 രൂപക്കായിരുന്നു ഫോൺ ഇറങ്ങിയത്. 79,900 ആ റേഞ്ചിൽ ഇറങ്ങി. ഇനിയിപ്പോൾ 1 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലുതായി. പ്രൈസ് അങ്ങ് എത്തിയിട്ടോ. ഇത് ഒഫീഷ്യലൊന്നുമല്ല, ലീക്സ് ആൻഡ് റെൻഡേഴ്സ് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പക്ഷെ വാങ്ങാനായിട്ട് ആൾക്കാർ വാങ്ങും. എൻ്റെ ഒരു ഒപ്പിൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞൊക്കെ വാങ്ങിച്ചാൽ നല്ലതാണ്. അല്ലാതെ ഇത്രയും കൊടുത്ത് വാങ്ങും കുറച്ച് ഒരു 5-6 മാസം കഴിയുമ്പോൾ നേരെ താവും പ്രൈസ്. അതിലൊന്നല്ല, എല്ലാം വെറുതെ പൈസ ഇല്ലവർക്ക് പോയി വാങ്ങാം, നോ ഇഷ്യൂസ്. ഇല്ലാത്തവന്മാർ ഈ EMI ഒക്കെ ഇട്ട് വാങ്ങുന്നവരുണ്ട്. അവരോടാണ് പറയാൻ അങ്ങനെയൊന്നും പോയി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാണ് അവർക്ക് അത്ര കൊടുക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പഴയ മോഡൽ എടുത്തോളൂ, അത് കുറച്ചും കൂടെ നല്ല വേർത്താണ്. ഭയങ്കര പഴയലേക്കും പോകരുത്. കുറച്ച് കുറഞ്ഞ നല്ല പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുക. അല്ലാതെ ഈ പുതിയ ലേറ്റസ്റ്റ് മോഡലല്ല EMI ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തിന് ആ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഉള്ള കാശ് കളയാതെ
പ്രീവിയസ് മോഡൽ എടുക്കുക, EMI ഒക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ. പൈസ ഇല്ലവർക്ക് അതൊരു ഇഷ്യൂ അല്ല, പൈസ ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നീട് പോക്കോയുടെ F7 ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ BIS സർട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരുന്നത്. അടുത്ത് തന്നെ പോക്കോയുടെ F7 പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഉഗ്രൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ 30K റേഞ്ചിൽ. ഇപ്പം ടെർബോ ഒക്കെ ഉണ്ട്, അതായത് IQയുടെ ഫോൺസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു ഗംഭീര എന്താ പറയുക ക്ലാഷ് ആവാൻ വേണ്ടി പോകുന്ന ഫോണായിരിക്കും ഇത് എന്ന് പറയുന്നത്. കാരണം ഇതൊരു പ്യുവർ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. IQ അങ്ങനെയാണ്, പക്ഷേ IQയിൽ ബാക്കിയെല്ലാം നല്ലത്, ക്യാമറ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ബട്ട് ദിസ് ഈസ് 30 ആയിരിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത് തന്നെ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. പിന്നീട് ആദ്യമായിട്ട് സ്നാപ്ഡ്രാഗൺ 8s Gen 4 അതായത് IQ Z10 ടെർബോയിലൊക്കെ വരുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ശരിയാണോ എന്ന് പറഞ്ഞിട്ട്. അത് ഇന്ത്യയിലല്ല, ചൈനയിൽ ഇറങ്ങുന്ന ഫോണിലാണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ അത് ഇറങ്ങുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, മേ ബി വരാം വരാതിരിക്കാം. പക്ഷെ ആ ഒരു പറയുന്ന 8s Gen 4 വരുന്നത് ചൈനയിലാണ്. 2 മോഡൽസാണ് അവിടെ വരുന്നത്. ഒന്ന് IQയുടെ Z10 ടെർബോ പ്രോ വരുന്നുണ്ട്, അതിലാണ് ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ്. പിന്നൊന്ന് IQയുടെ Z10 ടെർബോ എന്ന മോഡൽ വരുന്നുണ്ട്, അതിൽ Dimensity 8400 ചിപ്സെറ്റാണ് വരുന്നത്. ഇത് ഇന്ത്യയിലേക്ക് വരാതിരിക്കാം, അറിയത്തേയില്ല. അതിന് ചോദിച്ചിട്ട് വരണ്ട, എനിക്കറിയില്ല. ഇനി വരുന്ന അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വിവോയുടെ V15e എന്ന മോഡല് ഈ വരുന്ന 10-ാം തീയതി, അതായത് നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ഉഗ്രം പ്രൈസ് പോയിന്റിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. കാരണം ഓഫ്ലൈൻ സീരീസ് ഫോണാണ്, ഒരു 29K 30K ഒക്കെ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫോൺ നാളെ വരുന്നുണ്ട്, നമ്മളതിൻ്റെ വീഡിയോ തൊട്ട് പിന്നാലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യമില്ലാത്ത ഫോണാണ്, വാങ്ങുന്നവരുണ്ടാവും, ഓഫ്ലൈനിൽ പോയിട്ട് വാങ്ങുന്നവരുണ്ടാവും, ഞാൻ കുറ്റം പറയുന്നില്ല. അത് അങ്ങനത്തെ ഫോണാണ്, അവർക്ക് എല്ലാ ഓൺലൈനും ഓഫ്ലൈനും വേറെ തന്നെയാണ്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ വിവോയുടെ ഒരു ഉഗ്രൻ ഫോണാണ് വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ S23, S24C ഫ്ലിപ്പ് ആ റേഞ്ചിൽ ഒരു ജനറേഷൻ മുമ്പുള്ള 2 ജനറേഷൻ ഡിവൈസിലൊക്കെ തന്നെ 1UI 7 Android 15 അപ്ഡേറ്റ് റോൾ ഔട്ട് ഈ 7-ാം തീയതി തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്കിതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല, എന്തായാലും അടുത്ത ദിവസങ്ങളിൽ എന്തായാലും അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ സാംസങ്ങിന് അങ്ങനെ ഫൈനൽ ഏറ്റവും ലാസ്റ്റാണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും വലിയ ബ്രാൻഡ് പ്രീമിയം ഫോൺസ് അവർ അപ്ഡേറ്റിൽ ഏറ്റവും ലാസ്റ്റാണ് തരുന്നത്. ഇപ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയി, അടുത്ത പ്രാവശ്യം നല്ലതാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പിന്നെ ഇൻഫിനിക്സിൻ്റെ പുതിയൊരു ഫോൺ കൂടെ വരുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ Note 15S എന്ന മോഡലാണ്. ഇതൊരു സ്ലിമ്മസ്റ്റ് കർവ്ഡ് ഫോൺ എന്നാണ് ഇവർ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ പേജൊക്കെ തന്നെ വന്നിട്ടുണ്ട്, കമ്മിങ് സൂൺ പോസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു മാസം കൂടെ അങ്ങനെ ഒരു പുതിയ ഫോൺ കൂടെ ഇൻഫിനിക്സ് ഭാഗത്ത് വരുന്നുണ്ട്. ഇൻഫിനിക്സ് ഒക്കെ തന്നെ ഒരു പുതിയ ഫോൺ ഇറക്കുമ്പോൾ ഒരു നല്ലൊരു വേർത്തായിട്ടുള്ള മോഡലാണ് അവർ പൊതുവെ ഇറക്കാറ്. കാരണം ബാക്കിയുള്ളവരും കാട്ടിയും അത്ര ബ്രാൻഡ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ നല്ല സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ട് നല്ലൊരു പ്രൈസ് പോയിന്റിൽ അവർ ഫോൺസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ടെക് അപ്ഡേറ്റിൽ പറയാനുള്ളത്. 10K ആവാനായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഈ മാസമാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഈ മാസം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഇർഫാൻ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.